നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താനൂർ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോവിഡ് അവലോകന യോഗം ചേർന്നു. കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കോവിഡിന്റെ സമൂഹ വ്യാപനം തടയാനും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറച്ചുകൊണ്ടുവരുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാനാണ് പ്രധാനമായ യോഗത്തിൽ ഉയർന്നുവന്ന തീരുമാനമെന്ന മന്ത്രി. പോലീസ് വലവിരിച്ചു. തിരൂരിൽ മോഷണ ശ്രമത്തിനിടെ പ്രതി പിടിയിൽ. 18ഓളം മോഷണ കേസിലെ പ്രതിയായ കൂട്ടായി സ്വദേശി കാക്കച്ചിന്റെ പുരക്കൽ സഫ്വാനെയാണ് SI ജലീൽ കറുത്തേടത്തും സംഘവും പിടികൂടിയത്. തിരൂരിൽ തെരുവ് നായകൾക്ക് നായവസന്ത രോഗബാധ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ഈ രോഗം വന്ന് അവശനായി കിടന്ന നായയ്ക്ക് എമർജൻസി ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. വൈറസിനെ കൂടുതലായി തിരിച്ചറിയണമെങ്കിൽ സാമ്പിൾ മണ്ണൂത്തി വെറ്റിനറി കോളേജിലെത്തിക്കണം. വളാഞ്ചേരിയിൽ ബാറിൽ അനധികൃതമായി വിൽപ്പനയ്ക്കെത്തിച്ച മദ്യം പിടികൂടി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മദ്യമാണ് പിടികൂടിയത്. മദ്യം കണ്ടെത്തിയത് രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിൽ. മദ്യം പിടികൂടിയത് ഗ്രാൻഡ് ബാറിൽ നിന്ന്. ആശങ്കയ്ക്ക് കുറവില്ലാതെ സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന കണക്ക് 13,956 പേർക്ക് രോഗം. പരിശോധിച്ചത് 1,30,553 സാമ്പിളുകൾ. DPR 10.69%. 81 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 13,613 പേർ രോഗമുക്തി നേടി. രോഗബാധിതർ കൂടുതൽ മലപ്പുറത്ത്. 2,271 പേർക്ക് വൈറസ് ബാധ. DPR 14.36%. 2,299 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,366. വിശദമായ വാർത്തകളിലേക്ക്. താനൂർ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോവിഡ് അവലോകന യോഗം നടന്നു. താനൂർ നഗരസഭ, ഒഴൂർ, നിറമർത്തൂർ, ചെറിയമുണ്ടം, പൊന്മുണ്ടം, താനാളൂർ പഞ്ചായത്തുകളിലാണ് പ്രത്യേക യോഗങ്ങൾ ചേർന്നത്. താനൂർ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോവിഡ് അവലോകന യോഗം ചേർന്നു. തദ്ദേശ സ്ഥാപന അധ്യക്ഷരുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗങ്ങളിൽ അതത് സ്ഥലങ്ങളിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്തു. ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കാനും അതുവഴി സമൂഹത്തിലെ മുഴുവൻ രോഗികളെയും കണ്ടെത്തി സമൂഹവ്യാപനം ഒഴിവാക്കാനും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറച്ചുകൊണ്ടുവരാനും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ യോഗങ്ങളിൽ തീരുമാനമായി. മൊബൈൽ ടെസ്റ്റിംഗ് യൂണിറ്റുകൾ വഴി വീടുകളിലേക്ക് എത്തി ടെസ്റ്റ് നടത്തുക എന്നത് പ്രാവർത്തികമാക്കും. ഇതോടൊപ്പം വാക്സിനേഷൻ വർദ്ധിപ്പിക്കും. കൂടുതൽ വാക്സിൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉറപ്പു നൽകി. ആ ടെസ്റ്റ് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റുകളെ തുറന്നു കൊടുക്കാൻ ഈ മാർക്കറ്റുകൾ അതിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ സർക്കാരിൻ്റെ നികുതി വരുമാനം പോകുന്നത്. അത് നഗരസഭയായാലും ഗവൺമെൻറ് ആയാലും ഒക്കെ ഒരേ സംവിധാനം തന്നെ, സർക്കാരായാലും നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ഒക്കെ തന്നെ ഒരേ സംവിധാനത്തിലാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് താനൂർ പോലുള്ള സ്ഥലങ്ങൾ അടച്ചിടാൻ കാരണം? ഞാൻ ആ കണക്ക് നോക്കുകയാണ്. 144 ടെസ്റ്റാണ് നടന്നത്. അതിൽ 44 പോസിറ്റീവ് കേസുകൾ വന്നു. അതിൻ്റെ അർത്ഥം ഒരു വീട്ടിൽ ഒരു പോസിറ്റീവ് കേസ് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും പരിശോധിക്കപ്പെടും. സ്വാഭാവികമായിട്ടും അത്രയും ആളുകൾ മാത്രമാണ് ടെസ്റ്റ് ചെയ്യാൻ സന്നദ്ധരായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റിയിലേക്ക് ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉള്ളപ്പോൾ നമുക്ക് മാർക്കറ്റുകൾ തുറന്നു കൊടുക്കാൻ കഴിയില്ല. താനൂർ നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ PP ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർപേഴ്സൺ CK സുബൈദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KP അലി അക്ബർ, CKM ബഷീർ, ജയപ്രകാശ്, അംഗങ്ങളായ AK സുബൈർ, ദിബീഷ്, PT അക്ബർ, CHC അസിസ്റ്റന്റ് സർജൻ മൊയ്തീൻകുട്ടി, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് കൃഷ്ണൻ, താനൂർ SHO ദിനേശ്, തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീനിവാസൻ, വില്ലേജ് ഓഫീസർമാർ, സെക്ടറൽ മജിസ്ട്രേറ്റുമാർ, നഗരസഭാ CHC ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. താനൂർ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് K മല്ലിക ടീച്ചർ അധ്യക്ഷയായിരുന്നു. ലോകരാജ്യങ്ങളിൽ ഈ രോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ സ്തംഭനം ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ വിദേശ മലയാളി സുഹൃത്തുക്കൾ തിരിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ സാധാരണക്കാരനെ വലിയ രീതിയിൽ ഇപ്പോൾ അത് ബാധിച്ചിരിക്കുക. അതിനു പുറമെ നമ്മൾ അറിയാതെ പോകുന്ന ഇടത്തരം കുടുംബങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക തകർച്ച അവർ നേരിടുകയാണ്. ഒരു സാധാരണ കുടുംബമാണെങ്കിൽ അവർക്ക് റേഷൻ കടകളിൽ നിന്ന് വരെ ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ്. പക്ഷേ
ഈ ഇടത്തരം കുടുംബങ്ങളെ അവരുടെ ഒരു കരുതൽ ഈ 1.5 വർഷത്തിനുള്ളിൽ താഴേക്ക് വന്നിരിക്കുകയാണ്. അതെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുടുംബത്തിലെ ചെലവുകൾ സ്വാഭാവികമായി നിർവഹിക്കുമ്പോൾ ആ കരുതൽ പോലും ഇന്ന് എടുത്ത് ചെലവഴിച്ചു വരുമ്പോൾ വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി സതീശൻ, കെ വി സിനി, അംഗങ്ങളായ ചാത്തിരി സുലൈമാൻ, റാഫി, നസ്രിയ, പി വി ഷൺമുഖൻ, ഷബീർ അലി, മെഡിക്കൽ ഓഫീസർ ശ്രുതി, SI ശ്രീജിത്ത്, OK പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ യൂസഫ്, പൊന്മുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹാജറ, ചെറുമുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ, നിറമതുർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സജിമോൾ തുടങ്ങിയവർ പഞ്ചായത്തുകളിൽ നടന്ന യോഗങ്ങളിൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ വിവിധ ഇടങ്ങളിൽ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തു. കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കോവിഡിന്റെ സമൂഹ വ്യാപനം തടയാനും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറച്ചുകൊണ്ടുവരുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പ്രധാനമായ യോഗത്തിൽ ഉയർന്നു വന്ന തീരുമാനം. ഇത്തരം കാര്യങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയിലാണ് നമ്മുടെ ജനങ്ങൾ, നമ്മുടെ സമൂഹം. അതിപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, വിദ്യാർത്ഥികളായാലും യുവജനങ്ങളായാലും പ്രത്യേകിച്ച് PG ക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, പ്രൈമറി തലം തൊട്ടുള്ള എല്ലാവരും, ഇപ്പോൾ വീട്ടമ്മമാർ, കുടുംബനാഥന്മാർ എല്ലാം അങ്കലാപ്പിലാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള വലിയൊരു ചിന്തയാണ്. അതിലപ്പുറം നമ്മളെ കച്ചവടക്കാർ, നമ്മുടെ വ്യാപാരികളുടെ സ്ഥിതി അതിലും മോശമാണ്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ വ്യാപാരികൾക്കിപ്പോൾ വലിയ തോതിലുള്ള വ്യാപാര നഷ്ടം വന്നു. ഇത് പരിഹരിക്കണമെങ്കിൽ നിലവിലുള്ള ടെസ്റ്റിംഗ് സംവിധാനം കൊണ്ട് മാത്രമേ കഴിയൂ. രോഗികളെ കണ്ടെത്തുക, അതിന് ജനങ്ങൾ സഹകരിക്കുക. ജനങ്ങൾ എത്ര കണ്ട് സഹകരണം ഇല്ലാതാവുന്നു അത്രയും നമ്മൾ വർദ്ധിക്കും നമ്മുടെ സംവിധാനം. രോഗവ്യാപനം കൂടുകയാണ്. ഇപ്പോൾ ഒരു പ്രദേശത്ത് നമ്മൾ ചിലപ്പോൾ 200 ആളെ ടെസ്റ്റ് ചെയ്യുക, ചിലപ്പോൾ 2 പേർക്ക് ഉണ്ടാവൂ. ആ ഒരു ഭയം ജനങ്ങൾക്ക് വേണ്ട. ജനങ്ങൾ തയ്യാറാവണം ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ടെസ്റ്റ് ഇപ്പോൾ നോക്കൂ, നമ്മുടെ തീരദേശത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തിയാണ്. അവിടെ നമുക്ക് എത്ര കിട്ടിയത്? 2.5 ആണ് അവിടുത്തെ നിരക്ക്. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് ചെയ്തോടെ അവിടെ രോഗവ്യാപനം കുറഞ്ഞു. ഇവിടെ വീടുകളിൽ അങ്ങനെ അങ്കലാപ്പായിരിക്കാതെ അതാത് സ്ഥലങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് സ്വന്തം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ സേഫാണെന്ന് വരുത്താം. നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നമ്മൾ സേഫാണെങ്കിൽ ഓക്കെ, നമ്മൾ സേഫായി. അപ്പോൾ ടെസ്റ്റ് ചെയ്യുക, നമ്മൾ സേഫാകുക, ഇതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ അവരൊന്ന് മാറി സ്വന്തമായി റൂമിൽ മാറിയിരുന്നാൽ മതി. ഇത് കണ്ടെത്തിയാൽ ഒരു 7 ദിവസം സ്വന്തം പുറത്തിറങ്ങാതെ ഇരുന്നാൽ തന്നെ രോഗവ്യാപനമില്ല. അത് നമ്മളിപ്പോൾ തെളിയിക്കപ്പെട്ടതാണ്. പിന്നെ വാക്സിനേഷൻ്റെ കാര്യം ഗവൺമെൻറ് കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നു. നമ്മൾ 1000 കോടിക്ക് വാക്സിനേഷൻ വാങ്ങാൻ നിന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് അറിയിപ്പ് വന്നത്, നിങ്ങൾ വാങ്ങേണ്ടതില്ല, നമ്മൾ വാങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പം എന്താ സ്ഥിതി? ആവശ്യമുള്ള വാക്സിനേഷൻ നമ്മൾ 90 ലക്ഷമാണ് ഓണത്തിന് മുമ്പ് നമുക്ക് ആവശ്യപ്പെട്ടത്. നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയപ്പോഴാണ് നമുക്ക് കിട്ടിയത് എത്ര? നമ്മൾ കേരളം ഇപ്പോഴും വാങ്ങാൻ തയ്യാറാണ് ആ വാക്സിൻ. കേന്ദ്ര സർക്കാർ അനുവദിച്ചാൽ കേരളം വാക്സിൻ വാങ്ങാൻ തയ്യാറാണ്. പക്ഷേ നമുക്ക് വേണ്ടത് നമ്മുടെ ജനങ്ങളെ സുരക്ഷിതത്വമാണ് സർക്കാർ നോക്കുന്നത്. പക്ഷേ ഈ വാക്സിനേഷനുമായുള്ള വ്യാപകമായ പരാതി അത് ശരിയല്ല. കേരള സർക്കാർ ആ കാര്യത്തിൽ ശക്തമായുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വാക്സിൻ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പോലീസ് വല വിരിച്ചു. തിരൂരിൽ മോഷണശ്രമത്തിനിടെ പ്രതി പിടിയിൽ. 18ഓളം മോഷണക്കേസിലെ പ്രതിയായ കൂട്ടായി സ്വദേശി കാക്കച്ചിന്റെ പുരക്കൽ സഫ്വാനെയാണ് SI ജലീൽ കർത്തേടത്തും സംഘവും പിടികൂടിയത്. ഫറൂഖ് കൊണ്ടോട്ടി, ചേവായൂർ, ഇരിങ്ങാലക്കുട, കാടാമ്പുഴ, പന്തിരങ്കാവ് സ്റ്റേഷനുകളിൽ 18ഓളം മോഷണക്കേസിലെ പ്രതിയായ കൂട്ടായി സ്വദേശി കാക്കച്ചിന്റെ പുരക്കൽ സഫ്വാനെയാണ് SI ജലീൽ കർത്തേടത്തും സംഘവും പിടികൂടിയത്. പ്രതിയുടെ കയ്യിൽ നിന്ന് 2 മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടെയുണ്ടായിരുന്ന തിരു സ്വദേശികളായ 2 പേർ ഓടി രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാത്രി 11 മണിക്ക് മോഷ്ടാക്കളെക്കുറിച്ച് വിവരമറിഞ്ഞ് പോലീസും സംഘവും 2 മണിക്കൂറോളം തെരച്ചിൽ നടത്തിയിരുന്നു. നീണ്ട തെരച്ചിലിനൊടുവിൽ തിരു താഴെപ്പാലത്തെ MDC ബാങ്കിന്റെ പാരപ്പറ്റിനുള്ളിൽ ഒളിച്ചിരുന്ന പ്രതിയെ പിടികൂടുകയായിരുന്നു. തിരുനഗരം കേന്ദ്രീകരിച്ച് മോഷണം പെരുകിയ സാഹചര്യത്തിൽ പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. മോഷ്ടാവിനെ പിടികൂടിയതോടെ ആശ്വാസത്തിലാണ് തിരൂർ പോലീസ്. മോഷണത്തിനായി ഉപയോഗിക്കുന്ന കമ്പിപ്പാര, കട്ടർ, ആക്സോ ബ്ലേഡ് അടങ്ങിയ ബാഗും പരിസരത്ത് നിന്ന് കണ്ടെടുത്തു. കൂടെ ഉണ്ടായിരുന്ന 2 പ്രതികളെ ഉടൻ പിടികൂടുമെന്നും അന്വേഷണം ശക്തമാക്കുമെന്നും SI ജലീൽ കർത്തേടത്ത് പറഞ്ഞു. SIമാരായ ബാലരാജൻ, പരമേശ്വരൻ, ASI ബിജു, സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിമന്യു, ലേണൽ, ഉണ്ണിക്കുട്ടൻ എന്നിവരും SIക്കൊപ്പം ഉണ്ടായിരുന്നു.
2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മലപ്പുറം അടക്കം 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനും വിലക്കുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകും. ചൊവ്വാഴ്ച പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകി. ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും നദീതീര പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ മാസം 21 ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഇതോടെ മഴ കൂടുതൽ ശക്തമാകും. കേരള വിഷൻ, തിരുവനന്തപുരം. വെട്ടം പച്ചാട്ടി പരിയാപുരം റോഡിലെ കടത്തിണ്ണയിൽ മനുഷ്യരക്തക്കറ കണ്ടു. നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ പ്രദേശത്ത് അടിപിടി നടന്നതായും സൂചന. സംഭവത്തിൽ തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് വെട്ടം പച്ചാട്ടിയിലെ പരിയാപുരം റോഡിലെ കടകൾക്ക് സമീപം രക്തക്കറ കണ്ടത്. പ്രദേശത്ത് അടിപിടി നടന്നതിന്റെ സൂചനകൾ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് തിരൂർ SI ജലീൽ കർത്തേടത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അക്രമം നടന്നതായും സ്ഥിരീകരിച്ചു. അതേസമയം 2 യുവാക്കൾ പ്രദേശത്തെ ബിൽഡിങ്ങിന് മുകളിൽ മദ്യപിച്ചത് പ്രദേശത്തെ മറ്റു യുവാക്കൾ ചോദ്യം ചെയ്യുകയും തുടർന്ന് ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവ് സ്വയം മുറിവേൽപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പരിക്കേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കൂടെയുണ്ടായിരുന്ന യുവാവിനെ വിളിച്ചു വരുത്തി കൂടുതൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. തിരൂരിൽ തെരുവ് നായകൾക്ക് നായവസന്ത രോഗബാധ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ഈ രോഗം വന്ന് അവശനായി കിടന്ന നായയ്ക്ക് എമർജൻസി ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായിരുന്നില്ല. വൈറസിനെ കൂടുതലായി തിരിച്ചറിയണമെങ്കിൽ സാമ്പിൾ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ എത്തിക്കണം. നഗരത്തിൽ നിരവധി തെരുവ് നായകളുണ്ട്. ഇവരിലേക്ക് രോഗം പകരാൻ സാധ്യത ഏറെയാണ്. അതേസമയം നഗരസഭ തെരുവ് നായകളെ വന്ധീകരണം നടത്താനോ മറ്റു നടപടികളോ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. തിരൂരിൽ തെരുവ് നായകൾക്ക് നായവസന്ത രോഗബാധ കണ്ടെത്തി. ഇതിന്റെ വ്യാപനം തടയാൻ വാക്സിൻ ലഭിക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസം ഈ രോഗം വന്ന് തിരൂർ പൂങ്കോട്ടുകുളം അമ്പലക്കുളങ്ങര റോഡരികിൽ അവശനായി കിടന്ന നായയ്ക്ക് എമർജൻസി ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. നായ റെസ്ക്യൂ ടീം അംഗങ്ങളായ ജലീൽ, നൌഷാദ്, ഹരിദാസൻ എന്നിവർ ഡോക്ടർ സൂര്യനാരായണനുമായി എത്തി പരിശോധിച്ചു. നായയ്ക്ക് വൈറസ് ബാധയാണ് പ്രശ്നമെന്ന് ഡോക്ടർ പറഞ്ഞു. നൌഷാദും അന്ന് വിളിച്ചിരുന്നു. ഒരു സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ നായയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. നായയ്ക്ക് മാരകമായിട്ടുള്ള മുറിവുകളൊന്നും കാണാനില്ല. മുറിവുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ അതിന് മാനസികമായിട്ടുള്ള ഒരു തകരാറാണ് കാണിക്കുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗം. അത് പേവിഷബാധയാവാം, അല്ലെങ്കിൽ കനൈൻ ഡിസ്റ്റംബർ എന്നുള്ള നായവസന്തയാവാം. ഇത് രണ്ടും സാധ്യതയുണ്ട്. ലക്ഷണങ്ങളെന്ന് നമുക്ക് പുറമേ നിന്നുള്ള ഒരു പരിശോധനയിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ട് എന്നറിയാം. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയും കാണിക്കുന്നുണ്ട്. മേല് മുറിവുകളൊന്നുമില്ല. ഇതിൻ്റേതായ ഭാഗമായിട്ട് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളും കാണാനുണ്ട്. സംശയിക്കാനുള്ളത് കനൈൻ ഡിസ്റ്റംബർ അഥവാ നായവസന്ത, അതുപോലെ പേവിഷബാധ, ഈ 2 രോഗങ്ങളാണ്. രണ്ടും പ്രതിരോധ കുത്തിവയ്പ്പ് വഴി തടയാവുന്നതാണ്. പക്ഷേ തെരുവുനായ്ക്കൾക്ക് ആരാ ഇതൊക്കെ ചെയ്യാനായിട്ട്? അതുകൊണ്ട് തന്നെയാണ് ഇത് വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. ഈ 2 രോഗങ്ങളും രണ്ടും പരത്തുന്നത് തെരുവുനായ്ക്കൾ തന്നെയാണ്. അപ്പോൾ തെരുവുനായ്ക്കൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പും അതിനുള്ള വന്ധ്യീകരണവും ഒക്കെ മലപ്പുറം ജില്ലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അധികം വൈകാതെ നമ്മുടെ നാട്ടിലും തിരൂരും അതൊക്കെ എത്തുന്നതായിരിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാനുള്ളത്. വൈറസിനെ കൂടുതലായി തിരിച്ചറിയണമെങ്കിൽ സാമ്പിൾ മണ്ണൂത്തി വെറ്റിനറി കോളേജിൽ എത്തിക്കണം. നഗരത്തിൽ 100 കണക്കിന് തെരുവ് നായ്ക്കളുണ്ട്. മറ്റു നായകൾക്കും രോഗം പകരാൻ സാധ്യതയുണ്ട്. അപകടകരമായ അസുഖമായതിനാൽ അത് പടർന്നാൽ മറ്റു തെരുവ് നായകൾക്കും ഇവർ വഴി വളർത്തുനായകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അല്ല, ഒരിക്കലും ജനങ്ങളെ ബാധിക്കുന്നത് ഈ പറഞ്ഞ പോലെ പേവിഷബാധയാണെങ്കിൽ പേടിക്കേണ്ടതായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് അറിയില്ല, ഇപ്പോഴത്തെ ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് അറിയില്ല ഇത് പേവിഷബാധയാണോ അതോ അതിന് നമുക്ക് വൈറസ് ടെസ്റ്റിങ്ങിനെ പറ്റുള്ളൂ. അത് നമുക്ക് മണ്ണുത്തിയിൽ നമുക്കിവിടെ ആനിമൽ വെൽഫെയർ ക്ലബ്ബുകളോ അങ്ങനത്തെ സന്നദ്ധ സംഘടനകളൊക്കെ പൊതുവെ കുറവാണ്. കുറച്ച് താല്പര്യമുള്ളവരുണ്ട്. പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ട് ഇതിനെ ഫണ്ട് ചെയ്യാനൊന്നും ഒരു നിർവാഹമില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഇതിനെ മലപ്പുറത്തും ഇതിന് സംവിധാനമില്ല. നമുക്ക് തൃശ്ശൂർ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൂക്കോട് വെറ്റിനറി കോളേജിലോ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ വൈറസ് ടെസ്റ്റിങ്ങോ നമുക്ക് ഇത് ഡിസ്റ്റംബർ ആണോ അതോ റേബീസ് ആണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ രണ്ടും മാരകമാണ്. നായയെ സംബന്ധിച്ച് മാരകമാണ്, മനുഷ്യനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നായയെ സംബന്ധിച്ച് മാരകമാണ്. ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ അത് മരണപ്പെടും. നമുക്കൊന്നും ഒരു മരുന്ന് കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല.
അതാണ് ഈ രണ്ട് വൈറസിനെയും. നായ്ക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് റേബീസ് ആണെങ്കിൽ മനുഷ്യനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നായയോ പൂച്ചയോ നമ്മളെ കടിക്കുകയോ മാന്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് കുത്തിവയ്പ്പ് എടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിനേഷനോ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. നഗരസഭയിലാണെങ്കിൽ ഇപ്പോൾ തെരുവ് നായകളെ വന്ധീകരണം നടത്താനോ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാനോ യാതൊരു നടപടിയും നടക്കുന്നില്ല. എന്നാൽ നായവസന്ത മനുഷ്യർക്ക് പകരില്ലെന്ന് ഡോക്ടർ സൂര്യനാരായണൻ പറഞ്ഞു. ഇതിനുള്ള വാക്സിൻ സ്വകാര്യ വിപണിയിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. താനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. DC ജനറൽ സെക്രട്ടറി പന്തളി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മൂലക്കൽ നിന്നും ആരംഭിച്ച റാലി താനൂർ ബ്ലോക്ക് ജംഗ്ഷനിൽ സമാപിച്ചു. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് താനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി നടത്തിയത്. മൂലക്കൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി ബ്ലോക്ക് ജംഗ്ഷനിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി പന്തളി മുഹമ്മദ് അലി ബ്ലോക്ക് പ്രസിഡന്റ് YP ലത്തീഫിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ് എന്ന് വളരെ വിശദമായി ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ജനങ്ങളും വളരെ അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതത്തിൻ്റെയും വില വർദ്ധിപ്പിക്കുമ്പോൾ O രാജൻ, P രത്നാകരൻ, T അനിൽ, ജസീർ അഹമ്മദ്, ഹമീദാജി, റസാഖ്, ജയശങ്കർ, കുഞ്ഞാവ ഹാജി, MA റഫീഖ്, TV അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. K ജയപ്രകാശ്, M മുകേഷ്, KP ഷൗക്കത്ത്, ആരിഫ്, മുജീബ്, ഫിർദൌസ്, കുഞ്ഞാവ, സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫിയുടെ സ്മാർട്ട് ഫോൺ ചലഞ്ചിലേക്ക് യൂത്ത് ലീഗ് കമ്മിറ്റി ഫണ്ട് കൈമാറി. താനൂർ പഞ്ചായത്ത് 9ാം വാർഡ് യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് ചലഞ്ചിലേക്ക് ഫണ്ട് നൽകിയത്. ചടങ്ങ് മുസ്ലിം ലീഗ് താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് നിറമതുർ ഡിവിഷനിൽ ഓൺലൈൻ പഠനത്തിന് പ്രയാസം നേരിടുന്ന കുട്ടികൾക്ക് പഠന സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച സ്മാർട്ട് ഫോൺ ചലഞ്ചിലേക്ക് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ഫണ്ട് കൈമാറി. മുസ്ലിം ലീഗ് താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയത്തങ്ങൾ തുക ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു ഗുരുകുലത്തിൽ അധ്യാപകരുടെ നേരിട്ടുള്ള സാമീപ്യത്തിൽ പഠിച്ച് പാസ്സാകുന്നതും വീട്ടിലിരുന്നു കൊണ്ട് അതേ രീതിയിൽ പാസ്സാകുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. സ്വയം ഒരു തീരുമാനമെടുക്കാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, വീട്ടിലിരുന്നു കൊണ്ട് ഉന്നത വിജയം നേടുക എന്നുള്ളത് സാധ്യമല്ല. അത് സാധ്യമായ വിദ്യാർത്ഥിനികളാണ് ഇന്നിവിടെ അനുവദിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവരെ ഈ വേദിക്ക് വേണ്ടിയിട്ട് അവരഭിനന്ദിക്കും. ഭാവി ശോഭനമാവുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള തുടർ വിദ്യാഭ്യാസത്തിന് അവർക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ ആളുകളുടെയും മൊബൈൽ ഉണ്ടെങ്കിൽ പോലും ഉപയോഗയോഗ്യമായ സ്മാർട്ട് ഫോൺ ഉണ്ടാവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. അതുമാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ടതുകൊണ്ട് നമുക്കറിയാം, മൊബൈലിൻ്റെ റേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകസനത്തിൽ വൈഫൈ തന്നെ വേണ്ടിയില്ലേ. പ്രത്യേകിച്ച് രാജീവ്ഗാഡ് ഭാഗത്ത് സാധാരണ നെറ്റ്വർക്ക് വരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും വൈഫൈ തന്നെ വീടുകളിൽ വേണ്ടി വരുന്ന ഒരു സാഹചര്യം. വാർഡിൽ നിന്നും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വിശിഷ്യ തീരദേശ മേഖലയിലെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ പ്രഖ്യാപിച്ച സ്മാർട്ട് ഫോൺ ചലഞ്ചിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഒരു മന്തി ഫെസ്റ്റ്, ഒരു മന്തി ചലഞ്ച് സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് മിച്ചം വരുന്ന ഒരു തുക ഈ ഒരു പദ്ധതിയിലേക്ക് കൈമാറുകയും ചെയ്തതിന് ഈ പ്രദേശത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുഴുവൻ പ്രവർത്തകന്മാരോടും നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആബിദ ഫൈസൽ, TP റസാഖ്, KV മൊയ്തീൻകുട്ടി, C അബ്ദുൾ റഷീദ്, ഷാഫി കക്കഡ്രി, MM അലി തുടങ്ങിയവർ സംസാരിച്ചു. വയൽ നികത്തലിനെതിരെ പ്രതിഷേധിച്ച DYFI പ്രവർത്തകൻ ആക്രമിച്ചതിനെതിരെ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. DYFI ഉഴൂർ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം മനാഫിനെയാണ് ഒരു സംഘം ആക്രമിച്ചതായി പരാതിയുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം.
വയൽ നികത്തലിനെതിരെ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ആക്രമിച്ചതിനെതിരെ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ഉഴൂർ മേഖല എക്സിക്യൂട്ടീവ് അംഗം മനാഫിനെയാണ് ഒരു സംഘം ആക്രമിച്ചതായി പരാതിയുള്ളത്. കുറുവെട്ടിശ്ശേരി കോറാട് പള്ളിക്ക് സമീപമുള്ള വയലാണ് അനധികൃതമായി ഒരു സംഘം നികത്തുന്നത്. ഇത് കാരണം പ്രദേശത്ത് 10ഓളം വീടുകളിൽ വെള്ളം കയറിയതോടെയാണ് ചോദ്യം ചെയ്തത്. ഇതേ തുടർന്നാണ് മനാഫിനെ ആക്രമിച്ചത്. കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയതായും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. കോറാട് നടന്ന പ്രതിഷേധം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം മനു വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ മേഖലാ ഭാരവാഹിയായ മനാഫിനെ അദ്ദേഹത്തെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളോട് ഡിവൈഎഫ്ഐക്ക് ഒന്നേ പറയാനുള്ളൂ, അങ്ങനെ വിരട്ടലും വിലപേശലും ഒന്നും ഈ സംഘടനയോട് വേണ്ട. ഇത് സംഘടന വേറെയാണ്, അത് കൃത്യമായി മനസ്സിലാക്കണം. ഈ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം അത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഡിവൈഎഫ്ഐ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ഡിവൈഎഫ്ഐ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാതെ നോക്കാൻ നിങ്ങൾ ശ്രമിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകും. ഡിവൈഎഫ്ഐ തടയുമെന്ന് പറഞ്ഞാൽ തടഞ്ഞിരിക്കും. മേഖലാ പ്രസിഡന്റ് അർഫാസ് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം പി രതീഷ്, ഒടൂർ മേഖലാ ട്രഷറർ ടി രതീഷ്, മനാഫ്, ഷംസു, ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് അർഫാസ് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം പി രതീഷ്, ഒടൂർ മേഖലാ ട്രഷറർ ടി രതീഷ്, മനാഫ്, ഷംസു, ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒടൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് അനധികൃതമായി വയൽ നികത്തുന്നത്. വൃക്ക തകരാറിലായ 50കാരിയുടെ ചികിത്സാ സഹായത്തിന് തുക കണ്ടെത്താൻ ബിരിയാണി ചലഞ്ചുമായി പ്രദേശവാസികൾ ഒന്നിച്ചു. 2500 ബിരിയാണിയാണ് വിളമ്പിയത്. 100 രൂപ നിരക്കിൽ ബിരിയാണി വാങ്ങി നിരവധി പേർ ചലഞ്ചിൽ പങ്കാളികളായി. ആലിങ്ങൽ കുട്ടമാക്കലിലെ കിഡ്നി രോഗബാധിതയായ 50കാരിയുടെ ചികിത്സയ്ക്കാണ് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി പ്രദേശവാസികൾ ഒന്നിച്ച് ബിരിയാണി ചലഞ്ച് ഒരുക്കിയത്. പഞ്ചായത്ത് അംഗം റഹീന കിലറിന്റെ നേതൃത്വത്തിൽ കുട്ടമാക്കൽ കൂട്ടായ്മ രൂപീകരിച്ചാണ് തികച്ചും മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. 2.5 ലക്ഷം രൂപയോളമാണ് ചികിത്സാ ചെലവ് വരുന്നത്. നിർധന കുടുംബത്തിൽപ്പെട്ട ഇവർക്ക് ചികിത്സാ ചെലവിനുള്ള സാമ്പത്തിക ഭദ്രതയില്ലാതെ വന്നപ്പോഴാണ് പ്രദേശവാസികൾ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത്. തൃപ്രങ്കോട് കുട്ടമാക്കൽ പ്രദേശത്ത് കുറേ കാലമായി കിഡ്നി പേഷ്യൻ്റായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുല്ലശ്ശേരി ഫാത്തിമ, അവരുടെ ഒരു നിർധന കുടുംബമാണ്. അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിന് വന്നിരുന്നത്. ആ ഘട്ടത്തിലാണ് കുട്ടമാക്കൽ കൂട്ടായ്മ എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് 17-ാം വാർഡ് മെമ്പർ റഹീന കിളറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബിരിയാണി ചലഞ്ച് ഇന്ന് 2500ഓളം വരുന്ന ആളുകൾക്കാണ് ബിരിയാണി വിതരണം നടത്തിയത്. അതിലൂടെ സമാഹരിക്കുന്ന മുഴുവൻ തുകയും ആ കുടുംബത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചെലവുകളിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മ തീരുമാനമെടുത്തുള്ളത്. പ്രദേശവാസികളായ കെ.പി. ഷാജിത്ത്, കിഷോർ കുമാർ, സി.പി. സലാം, പി. മജീദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പെരിന്തല്ലൂരിലെ ശാന്തിമഹൽ ഓഡിറ്റോറിയത്തിലാണ് ബിരിയാണി ചലഞ്ച് ഒരുക്കിയത്. 2500 ബിരിയാണിയാണ് വിളമ്പിയത്. 100 രൂപ നിരക്കിൽ ബിരിയാണി വാങ്ങിച്ച് ആളുകൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി. വളാഞ്ചേരി ഗ്രാൻഡ് ബാറിൽ അനധികൃതമായി വിൽപ്പനയ്ക്കെത്തിച്ച മദ്യം പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മദ്യം പിടികൂടിയത്. വളാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ബാറിൽ നിന്നാണ് അനധികൃതമായി വിൽപ്പന നടത്തിയിരുന്ന മദ്യം പിടികൂടിയത്. 500 ലിറ്ററിലധികം വരുന്ന മദ്യമാണ് പിടികൂടിയത്. ഇവയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വില വരുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. ബാർ കേന്ദ്രീകരിച്ച വാടക കെട്ടിടത്തിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നതും വിൽപ്പന നടത്തിയിരുന്നതും. സമീപ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ മദ്യത്തിനായി എത്തുന്നത്. സംസ്ഥാനത്ത് മദ്യവിൽപ്പനക്ക് ഇളവ് പ്രഖ്യാപിച്ചതു മുതൽ ഇവിടെ അനധികൃതമായി മദ്യവിൽപ്പന നടന്നിരുന്നതായാണ് പ്രാഥമിക വിവരം. നിരവധി ആളുകൾ എത്തിയിരുന്ന ഗ്രാൻഡ് ബാറിലെ അനധികൃത വിൽപ്പനയെ സംബന്ധിച്ച് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ഡ്രൈ ഡേ പ്രമാണിച്ച് ബാറുകളിലോ അല്ലെങ്കിൽ മറ്റു മദ്യ ഷാപ്പുകളിലൊന്നും മദ്യത്തിൻ്റെ വിൽപ്പന ഇല്ലാത്തതിനാൽ ഇന്ന സ്ഥലത്ത് വെച്ച് മദ്യം സ്റ്റോർ ചെയ്ത് വിൽപ്പന നടത്തുന്നു എന്നൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ 2 റൂമുകളിലായിട്ട് ഉദ്ദേശം എനിക്ക് തോന്നുന്ന ഒരു 200 ലിറ്ററിന് മേളിൽ മദ്യമുണ്ട്. മദ്യത്തിൻ്റെ അളവ് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറമേയുള്ള ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു വരുന്നതാണ്. ഇപ്പം നിലവിൽ നമ്മൾ എടുത്ത മദ്യത്തിൻ്റെത് ലേബൽ സ്റ്റേറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. കേസിപ്പം എടുത്തിട്ട് കുറ്റിപ്പുറം റേഞ്ചിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തുടരന്വേഷണം ഉണ്ടാവും. കുറ്റിപ്പുറം എക്സൈസ് പാർട്ടിയും തിരൂർ സർക്കിൾ ഇൻസ്പെക്ടറും സംയുക്തമായാണ് ഞായറാഴ്ച രാവിലെ പരിശോധന നടന്നത്. സംഭവത്തിൽ എക്സൈസ് സംഘം മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രാജീവ് ഗാന്ധി ഫോറം പുളിഞ്ചോടിന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ രക്ഷാധികാരി PM മുഹമ്മദ് ഇക്ബാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംഘടനയുടെ ലോഗോ പ്രകാശനവും നടത്തി.
വെട്ടം പുളിഞ്ചോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ 300-ലധികം കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച ചടങ്ങ് രക്ഷാധികാരി പി എം മുഹമ്മദ് ഇക്ബാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വെട്ടം പുളിഞ്ചോട് ആസ്ഥാനമാക്കി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കണ്ണുപരിശോധനാ ക്യാമ്പ് നടത്തി, പരിസര ശുചീകരണം നടത്തിയിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് പ്രളയ സമയത്ത് കിറ്റ് വിതരണം നടത്തി. ഇപ്പോഴും കോവിഡ് മഹാമാരി നമ്മളെ കാർന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തകർക്ക് തോന്നിയ ഒരു കാരുണ്യ പ്രവർത്തനമാണ് ഈദ് കിറ്റ് വിതരണം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ 300ഓളം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം നടത്താൻ തീരുമാനിച്ചു. ഇതെല്ലാം ഒരു കുടക്കീഴിൽ രാജീവ് ഗാന്ധി ഫോറം എന്ന ഒരു കുടക്കീഴിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനയുടെ ലോഗോ പ്രകാശനവും നടത്തി. ചെയർമാൻ പി മുസ്തഫ, കൺവീനർ ഇ പി മനോജ്, പി പി തുപ്രൻ, സി ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രദേശത്ത് വർഷങ്ങളായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇനി മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തിരൂർ നഗരസഭ 21-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുറുക്കുളി മൊയ്തീൻ MLA വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. തിരൂർ മുനിസിപ്പൽ 21-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SLC പരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുറുക്കുളി മൊയ്തീൻ MLA വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. ഈ വിദ്യാലയത്തിൽ നിന്നും SSLCക്ക് അഭിമാനകരമായ വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ, ഈ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുക. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് വിസ്മരിക്കാനാവാത്ത ഒരു വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിരിക്കുകയാണ്. വളരെ നിസ്വാർത്ഥരായി, നിഷ്കാമകാരിയായി, ജനസേവന രംഗത്ത് ഒരു പുരുഷായുസ് മുഴുവൻ നിറഞ്ഞു നിന്ന മഹാനായ IP അഹമ്മദ് മാസ്റ്റർ. അദ്ദേഹത്തിന് മൗഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തടഞ്ഞിട്ട് നിൽക്കുന്ന ഒരിടത്താണ് മുന്നോട്ട് കൂടി. അവരുടെ ശ്രമഫലമായിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, K ഇബ്രാഹിം ഹാജി, K ഷാഫി ഹാജി, K പോക്കർ ഹാജി, IP സീനത്ത്, T സൈനുദ്ദീൻ, ANI മനാഫ് പൂന്തല, സക്കരിയ നാലകത്ത്, സമീർ ബാബു പൂന്തല, കല്ലിങ്ങൽ റഷീദ്, K റൌഫ്, K അബ്ദു, പുളിക്കൽ എറമുട്ടി, B അനീഫ, IP ഷിയാബ്, റഷീദ് K, അദ്നാൻ, ആഷിഖ്, അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കോവിഡിന്റെ സാഹചര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് തന്റെ സഹപാഠികളെയും അധ്യാപകരെയും ഒന്നും കാണാതെ ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് മാത്രം കിട്ടിയ അറിവ് ഉപയോഗിച്ച് ഇത്രയും നല്ല വിജയം കരസ്ഥമാക്കിയ എല്ലാ മക്കളെയും മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. മാത്രമല്ല, അധ്യക്ഷ എന്ന നിലയിൽ പറയട്ടെ, നിങ്ങൾക്ക് ഉപരിപഠനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് തിരൂർ നഗരസഭയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ എന്നെ കൊണ്ട് സഹായം ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അത് ഞാൻ പരമാവധി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി തരാം. ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് നഗരസഭമായി വന്ന് കാണണം. എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. എന്തെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. കോഴിവില വർധനവിൽ ഹോട്ടൽ ഉടമകൾ കർഷകരെ ബലിയാടാക്കുന്നതായി പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ. കോഴി വളർത്തൽ കൃഷിയിൽ ഉൾപ്പെടുത്തി സബ്സിഡി നിരക്കിൽ കോഴിത്തീറ്റയും കോഴിക്കുഞ്ഞുങ്ങളെയും നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നും മലബാർ പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആസാദ് കളരിക്കൽ ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിസന്ധിയിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കുണ്ടായ ഇരട്ടി വില വർധനവിൽ കർഷകരെ ബലിയാടാക്കുന്ന സമീപനമാണ് ഹോട്ടൽ ഉടമകൾ സ്വീകരിച്ചു വരുന്നതെന്ന് മലബാർ പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആസാദ് കളരിക്കൽ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന കോഴിത്തീറ്റ വില വർധനവും കോവിഡിന്റെ രണ്ടാം വരവിൽ
കോവിഡിന്റെ ആരംഭഘട്ടത്തിൽ കർഷകർക്കുണ്ടായ നഷ്ടവും വലിയ പ്രതിസന്ധിയാണ് തീർത്തത്. കോഴിത്തീറ്റ ഉൽപ്പാദനത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കളായ ചോളം, സോയാബീൻ ലഭ്യതക്കുറവും വില വർധനവിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കൊറോണ സ്റ്റാർട്ട് ചെയ്തത് മുതൽ കൊറോണയും പക്ഷിപ്പനിയും ആയിരുന്നു ഈ മേഖലയിലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മുന്നോട്ട് വന്നിരുന്നത്. ഈ നിമിഷത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ കർഷകരും കോഴികൾക്ക് തീറ്റ കിട്ടാതെ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ആ ഒരു നിമിഷത്തിൽ 3 ലക്ഷം കോഴികൾ വരെ തീറ്റ കിട്ടാതെ ചത്തൊടുങ്ങിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും ഭീമമായ നഷ്ടമാണ് അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കോഴിത്തീറ്റ ഉൽപ്പാദനത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കളുടെ വില സർക്കാർ ഇടപെട്ട് സബ്സിഡി നൽകി വില കുറച്ചു നൽകണം. 50 കിലോ കോഴിത്തീറ്റയ്ക്ക് മാർക്കറ്റിൽ 2100 രൂപയാണ് വില. ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞിൻ്റെ വില 25 മുതൽ 55 രൂപയാണ്. കോഴി വളർത്തൽ കൃഷിയിൽ ഉൾപ്പെടുത്തി സബ്സിഡി നിരക്കിൽ കോഴിത്തീറ്റയും കോഴിക്കുഞ്ഞുങ്ങളെയും നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 3 ലക്ഷം കോഴികളാണ് തീറ്റ കിട്ടാതെ ചത്തൊടുങ്ങിയത്. കൊറോണ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഫാമുകളിൽ കോഴികൾക്ക് വളരെയധികം വില കുറയുകയും കിലോക്ക് 10 രൂപ വരെ എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും 30,000-40,000 കോഴികൾ ഓരോ ഫാമുകാരും വെറുതെ കൊടുക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. 40 ലക്ഷത്തിൽ പരം കോഴികളാണ് അന്ന് 1 രൂപ പോലും എടുക്കാതെ വെറുതെ കൊടുത്തതായിട്ടുള്ള റിപ്പോർട്ടുള്ളത്. കേരള പൗൾട്രി ഫാം അസോസിയേഷൻ അന്ന് ഈ വിഷയങ്ങളൊക്കെ സർക്കാരിനെ ബോധിപ്പിച്ചിരുന്നു. ആ ഒരു നഷ്ടത്തിൻ്റെ കണക്ക് വലിയ ഒരു എമൗണ്ട് ആയതിനാൽ സർക്കാരിന് അത് ഞങ്ങൾക്ക് വെച്ച് തരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നേ വരെ ആ ഇനത്തിൽ 1 രൂപ പോലും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. കിലോയ്ക്ക് 10 രൂപയ്ക്ക് വരെ കോഴി വിൽക്കേണ്ടി വന്നുവെന്നും അന്നും ഹോട്ടലുടമകൾ വിലയിൽ മാറ്റം വരുത്താതെയാണ് കച്ചവടം ചെയ്തതെന്നും ഇന്നത്തെ വിലക്കയറ്റത്തിൽ ഹോട്ടലുടമകൾ കർഷകരെ ബലിയാടാക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് ആശങ്കയ്ക്ക് കുറവില്ല. സംസ്ഥാനത്ത് 13,956 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിന്റെ 1,30,553 സാമ്പിളുകളാണ് പരിശോധിച്ചത്. DPR 10.69%. 81 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 15,350 ആയി. 13,613 പേർ രോഗമുക്തി നേടി. കേരളത്തിൽ രോഗബാധിതരുടെ എണ്ണം മാറ്റമില്ലാതെ തുടരുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും അധികം രോഗികളുള്ളതും. 13,956 പേർക്കാണ് സംസ്ഥാനത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 2,271 രോഗികളുള്ള മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 319 രോഗികളുള്ള ഇടുക്കിയും 342 രോഗികളുള്ള പത്തനംതിട്ടയുമാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ താരതമ്യേന കുറവുള്ളത്. കൂട്ടപരിശോധനയുൾപ്പെടെ 24 മണിക്കൂറിനിടെ 1,30,553 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.69%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 81 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച് ആകെ മരണസംഖ്യ 15,350 ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 75 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 13,214 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 50 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധയുണ്ടായി. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 13,613 പേർ രോഗമുക്തി നേടി. ഇതോടെ 1,25,041 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 30,20,052 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,05,176 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 2,005 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 2,271 പേർക്ക് വൈറസ് ബാധയുണ്ടായി. സമ്പർക്കത്തിലൂടെ 2,203 പേർക്ക് രോഗം ബാധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.36%. 2,299 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ഇതുവരെ 1,366 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഞായറാഴ്ച 2,271 പേർക്ക് രോഗബാധയുണ്ടായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. 14.36% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്.
2203 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 34 പേർക്ക് ഉറവിടമറിയാതെയും രോഗബാധയുണ്ടായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 34 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇതുവരെ 1366 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. 2299 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 3,47,935 ആയി. 53,405 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 18,863 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നു. പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 651 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 349 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 115 പേരും ചികിത്സയിലുണ്ട്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 573 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. അതേസമയം ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും ആഘോഷ പരിപാടികളിലും മറ്റും കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. മാലിക്കിലെ വൈറലായ വിജയം പാടിയ കൊച്ചുമിടുക്കി ഇവിടെ മലപ്പുറത്തുണ്ട്. ചോക്കാട് KT സക്കീറിൻ്റെ ഇളയ മകൾ ഹിതയാണ് മാലിക്കിലെ വൈറലായ റഹീമുൻ ഹലീമുൻ എന്ന വിജയം പാടിയിരിക്കുന്നത്. സംഗീത സംവിധായകനെ കാണാൻ സഹോദരിക്ക് കൂട്ടുപോയതാണ് ഹിതയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. റഹീമുൻ അലീമുൻ ഗഫാറുൻ സത്താറുൻ ഹകീമുൻ ശക്കൂറുൻ ഖുദ്ദൂസുൻ സുബ്ബൂഹുൻ. സംഗീത സംവിധായകനെ കാണാൻ പോയ സഹോദരിയുടെ കൂടെ കൂട്ടിനു പോകുമ്പോൾ 4ാം ക്ലാസ്സുകാരി ഹിത ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആ യാത്ര തന്റെ ജീവിതം ഇങ്ങനെ മാറ്റിമറിക്കുമെന്ന്. ഹിതയുടെ ആ യാത്ര ചെന്നെത്തിയത് ഫഹദ് ഫാസിൽ ചിത്രം മാലിക്കിലായിരുന്നു. മാലിക്കിന്റെ വൈറലായ റഹീമുൻ ഹലീമുൻ എന്ന വിജയം പാടിയിരിക്കുന്നത് മലപ്പുറം ചോക്കാട് സ്വദേശിനിയായ ഹിതയാണ്. പാട്ട് ഹിറ്റായപ്പോൾ മുതൽ ആസ്വാദക ലോകം അന്വേഷിച്ചുകൊണ്ടിരുന്നതും ആ പാട്ട് പാടിയ കൊച്ചുമിടുക്കി ആരാണെന്നായിരുന്നു. സംഗീത സംവിധായകൻ ഹനീഫ മുടിക്കോടിന്റെ അടുത്തേക്ക് സഹോദരിയും പാട്ടുകാരിയുമായ റിഫമോൾക്കൊപ്പം പോയതായിരുന്നു ഹിത. ഹിതയുടെ കഴിവ് തിരിച്ചറിഞ്ഞ സംഗീത സംവിധായകൻ ഒരു പാട്ട് പാടാൻ ഹിതയ്ക്കും അവസരം നൽകി. ഒടുവിൽ മറ്റു 3 പേരുടെ കൂടെ ഹിതയുടെ പാട്ട് സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സിനിമ റിലീസായി കഴിഞ്ഞാണ് പാട്ട് മാലിക് എന്ന ചിത്രത്തിലേക്കായിരുന്നെന്ന് മനസ്സിലായതെന്ന് ഹിത പറയുന്നു. എൻ്റെ താത്താര് പാടുമായിരുന്നു. അവരിങ്ങനെ സ്റ്റുഡിയോക്ക് പോയി റെക്കോർഡൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അവരൊപ്പം പോവാറുണ്ട്. അപ്പോൾ ഒരു ദിവസം പടത്തിലേക്ക് 4 വരി പാടാനായിട്ട് എനിക്ക് അവസരം വന്നു. അപ്പോൾ ഞാനത് പാടി വന്ന് ഇന്നലെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ക്ലൈമാക്സിലൊക്കെയാണ് ആ ഒരു മ്യൂസിക് ഞാൻ പാടിയൊരു പാട്ട് വന്നത്. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. സംഗീതരംഗത്ത് ശാസ്ത്രീയമായ പഠനമോ പരിശീലനമോ ഹിതയ്ക്കും സഹോദരി റിഫയ്ക്കും ലഭിച്ചിട്ടില്ല. എന്നിട്ടും ഈ നിർധന കുടുംബത്തിലെ കൊച്ചുകുട്ടികൾ ഇതിനകം വാരിക്കൂട്ടിയ സമ്മാനങ്ങളും ട്രോഫികളും അടുക്കി വെക്കാൻ വീട്ടിൽ ഇടമില്ലെന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയാവില്ല. പാറൽ മമ്പാട്ടുമൂല ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ദീപിക ടീച്ചർ ഹിതയുടെ സ്വരമാധുര്യം തിരിച്ചറിഞ്ഞ് പരിശീലനം നൽകിയതാണ് ഈ മിടുക്കിയുടെ സംഗീത വഴി തുറന്നത്. ഒടുവിൽ ഇന്ന് മാലിക് എന്ന സിനിമ വരെ എത്തി നിൽക്കുന്നതും. റഹീമുൻ ഹലീമുൻ ഗഫാറുൻ സത്താറുൻ ഹകീമുൻ ശക്കൂറുൻ ഖുദ്ദൂസുൻ സുബ്ബൂഹുൻ അൽ മൗതു ഫി അംനി സദരി ഹലാവ അസ്സൈറു ലിൽ ഹഖ് ഫിസ്സൈരി ഹബീബ. ചോക്കാട് മമ്പാട്ടുമൂലയിലെ KT സക്കീർ റുക്സാന ദമ്പതികളുടെ 3 പെൺമക്കളിൽ ഇളയവളാണ് ഹിത. സഹോദരി റിഫയും സംഗീതത്തിൽ അഭിരുചിയുള്ളയാളും പാട്ടുകാരിയുമാണ്. പടത്തിനെ കുറിച്ച് ഇങ്ങനെ അങ്ങാടിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊന്നും അപ്പോഴൊന്നും നമ്മൾ അറിയണില്ല നമ്മളെ കുട്ടി പാടിയ പാട്ടയിലുണ്ടെന്ന്. പിന്നെ മോളെ കൂട്ടുകാരൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഓളിങ്ങോട്ട് തുള്ളിച്ചാടിയ പറഞ്ഞപ്പോൾ ഇപ്പോൾ ശരി നമ്മളെ നീനുവിൻ്റെ പാട്ടാണ് പറഞ്ഞാൽ അങ്ങനെ നോക്കി. അപ്പോൾ അങ്ങനെ കണ്ടു. പിന്നെ പടം കണ്ടു. പിന്നെ പടത്തിൽ വന്ന രംഗം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴത്തിന് ഇതെല്ലാവരും സ്റ്റാറ്റസാക്കി ഏറ്റെടുത്ത് കേരളം ഒട്ടാകെ മൊത്തത്തിൽ എല്ലാവരും വൈറലായി. പിന്നെ ഭയങ്കര സന്തോഷം. മോള് പിന്നെ മൂത്തോള് പഠിച്ചിരുന്നു. ഇപ്പം പിന്നെ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒന്നും പോക്കില്ല. പിന്നെ ചെറിയ മോളും ഓല കൂടെ പാടുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടെന്നല്ലാതെ മ്യൂസിക് കർണാട്ടിക് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. മൂത്തോള് കുറച്ച് പഠിച്ചിരിക്കണം. ഓൾ പിന്നെ ഒരു മത്സരത്തിനൊക്കെ പങ്കെടുത്ത് പട്ടർമാലൊക്കെ പങ്കെടുത്തിരുന്നു. മമ്പാട്ടുമൂല ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹിത. മാലിക്കിലെ ക്ലൈമാക്സിൽ പാടിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയ്യടി നേടുകയാണ്. പെരുന്നാളിന് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. CPM വാക്കാട് ബ്രാഞ്ച് കമ്മിറ്റിയും വാട്സാപ്പ് കൂട്ടായ്മയും സംയുക്തമായാണ് നിർധന കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്തത്. ബലിപ്പെരുന്നാളിന്റെ ഭാഗമായാണ് CPM വാക്കാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തത്. CPM വാക്കാട് ബ്രാഞ്ചും ഇൻക്ലാബ് മക്കൾ വാട്സപ്പ് കൂട്ടായ്മയും സംയുക്തമായാണ് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തത്. കരുണ പറ്റാത്ത മനസ്സിന്റെ ഉടമകളായ ആളുകളും കിറ്റിനു വേണ്ട സഹായങ്ങൾ ചെയ്തു.
CPM ഏരിയ കമ്മിറ്റി അംഗം ബഷീർ കൊടക്കാട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിത്യജീവിതത്തിലേക്ക് ആവശ്യമായ പച്ചമുളക്, തക്കാളി, മറ്റു പച്ചക്കറി ഇനങ്ങൾ എന്നിവയടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. കോവിഡ് മഹാമാരി കാലത്ത് വരുന്ന പെരുന്നാൾ ദിനത്തിൽ ആരും പട്ടിണി കിടക്കരുതെന്ന നിശ്ചയദാർഢ്യമാണ് കിറ്റ് വിതരണത്തിലേക്ക് എത്തിച്ചത്. വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, P. ഇബ്രാഹിംകുട്ടി, KP അഷ്റഫ്, EK സുബൈർ, K. നസീബ് തുടങ്ങിയവർ പങ്കെടുത്തു. വാട്സപ്പ് കൂട്ടായ്മ, പാക്കാട് CPM ബ്രാഞ്ച് കമ്മിറ്റി പച്ചക്കറി കിറ്റ് വിതരണം ഏകദേശം 600 വീടുകളിലാണ് ഈ കിറ്റ് എത്തിക്കുന്നത്. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു സാമ്പത്തികം ഉണ്ടാക്കുക എന്നുള്ളത്, ഇത്രയും വീടുകളിൽ ഈ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ട സംഭാവന ചെയ്ത ആളുകൾ, അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ആളുകളൊക്കെ ഒരുപാട് പണിയില്ലാതെ നടക്കുന്ന സമയമാണ്. ഈ സമയത്താണ് അവരുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഇത്രയും വലിയൊരു സേവനം ചെയ്തിട്ടുണ്ട്. ഏഴൂർ മേഖല GCC KMCCയുടെയും 25-ാം വാർഡ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. കുറുക്കോളി മൊയ്തീൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരൂർ നഗരസഭ 25-ാം വാർഡ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഏഴൂർ മേഖല GCC KMCCയുടെ സഹകരണത്തോടെ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തത്. 400ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകിയത്. ഇത്തവണ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും നൽകി. ഏഴൂർ ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇതൊക്കെ ചെയ്യുന്നത് നാളെ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കാനില്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് നാളത്തെ എല്ലാവരും ചെയ്യുന്നത് ഒരു തെരഞ്ഞെടുപ്പൊക്കെ അറിയാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് കൂടിയായിട്ടാണ്. അപ്പം നമ്മുടെ ഒരു ലക്ഷ്യം ഇത് നാളത്തെ ഒരു തെരഞ്ഞെടുപ്പല്ല എന്നെല്ലാവരും പറയും. മറിച്ച് നാളത്തെ ഒരു ജീവിതമുണ്ട് നമുക്ക്. നാളെ മറ്റൊരു ജീവിതം വരാനുണ്ട്. അതുകൊണ്ട് നാളത്തെ തെരഞ്ഞെടുപ്പല്ല, നാളത്തെ ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം എന്ന നിയത്ത് നമ്മളാരും മറന്നുപോകണ്ട. മറ്റുള്ള ആളുകൾ, മുസ്ലിം ലീഗിനെ വീക്ഷിക്കുന്ന ആളുകൾ, മുസ്ലിം ലീഗിനെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, മുസ്ലിം ലീഗിനെ നോക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അതുകൂടി മനസ്സിലാക്കി നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഈ രീതിയിൽ ഈ മുഖത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുള്ളൂ. അതിൻ്റെ പേരാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഒരു മഹത്തായ ഒരു ചടങ്ങിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം വാക്കുകളാൽ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. AP നസീമ മുഖ്യാതിഥിയായി പങ്കെടുത്തു. യോഗത്തിൽ PA ഭാവ അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി AK സൈതാലിക്കുട്ടി, K കുഞ്ഞിദുട്ടി ഹാജി, MP അലി, സുലൈമാൻ ഏഴൂർ, MK മുത്തു, MK യൂസഫ് ഹാജി, അബ്ദുൾ റഷീദ്, ഇർഷാദ്, കമർ അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് താനൂർ മുനിസിപ്പൽ കർഷക മോർച്ച കർഷക മാർച്ച് നടത്തി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അർഹരായ മുഴുവൻ കർഷകർക്കും ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പരിപാടികളുമായി കർഷക മോർച്ച മുന്നോട്ട് പോകും. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ഞങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ട് പോകും കർഷക മോർച്ച എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. BJP താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിയേഷ് കാർക്കോളി, പ്രഭാകരൻ കാട്ടുങ്ങൽ, പ്രശാന്ത് E. മോഹൻ, ദിബീഷ്, ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂർ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മന്ത്രി V. അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോവിഡ് അവലോകന യോഗം ചേർന്നു. കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കോവിഡിന്റെ സമൂഹ വ്യാപനം തടയാനും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറച്ചുകൊണ്ടുവരുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാനാണ് പ്രധാനമായ യോഗത്തിൽ ഉയർന്നുവന്ന തീരുമാനമെന്ന മന്ത്രി. പോലീസ് വലവിരിച്ചു. തിരൂരിൽ മോഷണ ശ്രമത്തിനിടെ പ്രതി പിടിയിൽ. 18ഓളം മോഷണക്കേസിലെ പ്രതിയായ കൂട്ടായി സ്വദേശി കാക്കച്ചിന്റെ പുരക്കൽ സഫ്വാനെയാണ് SI ജലീൽ കറുത്തേടത്തും സംഘവും പിടികൂടിയത്.
തിരൂരിൽ തെരുവ് നായകൾക്ക് നായവസന്ത രോഗബാധ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ഈ രോഗം വന്ന് അവശനായി കിടന്ന നായയ്ക്ക് എമർജൻസി ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. വൈറസിനെ കൂടുതലായി തിരിച്ചറിയണമെങ്കിൽ സാമ്പിൾ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ എത്തിക്കണം. വളാഞ്ചേരിയിൽ ബാറിൽ അനധികൃതമായി വിൽപ്പനയ്ക്കെത്തിച്ച മദ്യം പിടികൂടി. ലക്ഷങ്ങൾ വില മതിക്കുന്ന മദ്യമാണ് പിടികൂടിയത്. മദ്യം കണ്ടെത്തിയത് രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിൽ. മദ്യം പിടികൂടിയത് ഗ്രാൻഡ് ബാറിൽ നിന്ന്. ആശങ്കയ്ക്ക് കുറവില്ലാതെ സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന കണക്ക് 13,956 പേർക്ക് രോഗം. പരിശോധിച്ചത് 1,30,553 സാമ്പിളുകൾ. DPR 10.69%. 81 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 13,613 പേർ രോഗമുക്തി നേടി. രോഗബാധിതർ കൂടുതൽ മലപ്പുറത്ത്. 2,271 പേർക്ക് വൈറസ് ബാധ. DPR 14.36%. 2,299 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,366. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.